ആവേശത്തോടെ അണികളെ നിർത്തിക്കൊണ്ട് അബൂജഹലിന്റെ ആവേശം പകർന്നു കൊടുക്കുന്നു. എങ്ങനെ തുടരെ മദ്ദളവും ഉരശോട് മറുവൊറ്റകളും വജയോട് നുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ പുതുമ പുല്ലുകൾ പൂള ചൂളകൾ കൊമ്പ് ചങ്കുകളാൽ പ്രകൃതികൾ കോള് താളവി ഓടിച്ചാടി മദ്ദളവും മുരശൊട് മറുവൊറ്റകളും ഭജയൊട് നുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ കൊടുമ പുല്ലുകൾ പൂള ചൂളകൾ കൊമ്പു ചങ്കുകളാൽ പ്രകൃതികൾ കോള് താളമിലോടി ചാടി സ്വപ്നിപ്പുകളാൽ ഉടവ് കിടു നേടിയ നടികൾ ചൊടിയ മധുകിട ചമയം സമനാട് കടുവയിടയിട ചിലർകൾ കയറിയ ഇടയിൽ നടപ്പുനവ വരി വരി പരിവതി കുവരായും ഇടയിൽ നീ കുവരായും പരുവറും കുവരായും അണികടി പതിതായും സുജയികളായുധ പൊതുവേ അണിയതേണമീരർ പൊതുമേയർ കണക്കാരർ സൂര്യതരിശിക്കടുകില ചക്കരക്കാരർ വലിയകൾ ചോരിനും കട്ടാരക്കാരർ മദ്ദളവും മുരശോട് മറുവൊറ്റകളും ഭജയോട് കുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ പുല്ലുകൾ പൂള ചൂളകൾ കൊമ്പു ചങ്കുകളാൽ പ്രകൃതികൾ കോള് താളമയോടി ചാടി സാമ്രാട്ട് മാപ്പിള മഹാകവി അബൂജഹലിന്റെയും അണികളുടെയും ആ യുദ്ധത്തിന്റെ ആവേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അബൂജഹൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് താളെ ചുവട് വെച്ചുകൊണ്ട് എന്റെ അണികളെ അവൻ ആവേശം കൊള്ളിക്കുകയാണ്. ഇടയിൽ കൈമള്ളി കിണ്ണില്ലു കിണ്ണിൽ കിണ്ണിൽ കിണ്ണില്ലു കിണ്ണിൽ കിണ്ണിൽ തൊടക്ക് കിന്നാരം ചെല്ലക്ക് ചെല്ല ചെല്ല ചെല്ലക്കു ചെല്ല ചെല്ല കുട്ടികൾ പമ്പലു പമ്പൽ പമ്പലോ തൽദിലോ തൽദിൽ ദിൽദിലോ വികൃതയെത്തിരെ വണ്ണം തിമൃതമിത്തിരെ എണ്ണം. അങ്ങനെ ദഫ്മുട്ടി ഉയൽ വിളിച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞല്ലോ സഹോദരന്മാരെ, എല്ലാവിധ ആവേശത്തിമർപ്പോടുകൂടെ അമ്പ് വില്ല് സൂചി ചവളം ചെങ്ങല കത്തി തോട്ടി കല്ല് ചാട്ടുളി പോലോത്ത ആയുധങ്ങൾ അവർ കൈവശമുണ്ട്. ഉറയിൽ കിടക്കുന്ന ഘടകം അവര് വലിച്ചൂരിക്കൊണ്ട് ആ ആവേശത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ അബൂജഹലും അവന്റെ അണികളും അതിൽ നിലയുറപ്പിച്ചപ്പോൾ അബുൽ ഹക്കം തന്റെ മൂന്നാളുകളെ വിളിക്കുകയാണ്. എന്നിട്ട് അവരുടെ യുദ്ധത്തിന്റെ പതാക ആദ്യമായി ഒന്നാമത്തെ പതാക അബ്ദുൽ അസീസ് എന്നവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. രണ്ടാമത്തെ പതാക വൽഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. മൂന്നാമത്തെ പതാക നദർ ബിൻ ഹാരിസിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും മതവും തമ്മിൽ മാറ്റിവെക്കാൻ പോവുകയാണ്. എന്താ ലോകാനുഗുരുനി മുഹമ്മദ് മുസ്തഫ ഒരു സലാത്ത് ചൊല്ലട്ടെ. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ മഹാന്മാരായിരിക്കുന്ന 300 ചില്ലാനം സഹാബികളുമായി നാം പറഞ്ഞല്ലോ. പട്ടിണി പാവങ്ങളായ സഹാബികളാണ്, ആയുധങ്ങൾ കുറവാണ്, അംഗികൾ കുറവാണ്. പ്രിയപ്പെട്ട പ്രവാചക ഭൂമേനിയതാ ആ ഇസ്ലാമിന്റെ പതാക തൈന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ പതാകയതാ സുന്ദരനായ സുമുഖനായ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ വിളിക്കുകയാണ്. ഐന മിസ്അബ് ബിൻ ഉമൈർ ലബ്ബൈക യാ റസൂലല്ലാഹ്. മിസ്അബ് തങ്ങൾ കയ്യിലെ അതാ ഒരു വെളുത്ത കൊടി കൊടുക്കുകയാണ്. രണ്ടാമത്തെ പതാക അർശിന പുലിയായ ധീരശൂര പരാക്രമിയായ അലിയാർ തങ്ങളുടെ കയ്യിൽ പതാക കൊടുക്കുകയാണ്. മൂന്നാമത്തെ പതാക സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും കൊടുക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ആ 3 പതാകയും അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ പ്രവാചക ഭൂമിയിലേതാ തന്റെ സഹാബികളോട് പറയുന്നു, സഹാബാ യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ അടിയൊപ്പിച്ച് നിൽക്കുക സഹബ. അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ പോരാട്ടം അരങ്ങതവർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശത്രുവിന്റെ മുഖത്തേക്ക് അഭിമുഖമായി നിൽക്കുക സഹബ എന്ന് പറഞ്ഞപ്പോൾ കേട്ട് സഹാബാക്കൾ നിലത്തെ ഉസിർമയുള്ള കൊടികളും അണികളിൽ പിടിത്തേ വരുവാലർ വഴി കൊള്ളെ ഉടൽ നേരായി നിറുത്തേ മനം മുന്തി അരികറുകൾ സബ് തീർപ്പോൾ കരുത്തേ. അരുൾ കേട്ട്
സഹാബാക്കൾ നിലത്തെ ഉഷറുമായും കൊടികളും അണികളിൽ പിടിത്തേ മരുവാലർ വഴികൊള്ളെ ഉടൽ നേര നിറുത്തേ മനം മുന്തി അരികറുകൾ സ്വബുതിർപോൽ കരുത്തേ പിറവിക്കായി മുഖം മുന്നി തളരുമതത്തേ പേശുന്നാരിബ്നു ഇസ്ഹാഖ് കടൽ സ്വഫങ്കുരത്തേ തിരമുറ്റേ സമയത്തിൽ മദീനയളൈത്തേ തിരുനബികൾ സ്വഫിൻ ഇടനാടന്തതിത്തേ. അല്ലാഹുവിന്റെ റസൂല് കൽപ്പന കൊടുക്കുന്ന സഹാബികളെ എല്ലാവരും സഫായി നിൽക്കുക, അണിയായി നിൽക്കുക സഹാബികളെ. പ്രവാചകന്റെ കൽപ്പന കേട്ടപ്പോ ആ സഹാബാ കിറാമുകള് വരിവരിയായി സഫായി നിൽക്കുകയാണ്. ഈ സമയത്ത് ലോകത്തിന്റെ പ്രവാചക ഭൂമിയെ തന്റെ സഹാബാ കിറാമുകളെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. എന്തിനെന്നറിയുമോ? ആരാണ് വരിയിൽ നിന്ന് മുമ്പിലേക്കോ പിന്നിലേക്കോ തള്ളി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹബീബായിരിക്കുന്ന പ്രവാചക ഭൂമിയെ ആ വരിയായി ശത്രുവിന്റെ മുഖത്തേക്ക് നിർത്തിയതായിരിക്കുന്ന സഫിന്റെ ഇടയിലൂടെ അല്ലാഹുവിന്റെ റസൂലതാ നടന്നു പോകുമ്പോൾ നടക്കുമ്പോൾ നയന്തോടൻ സഭാവാക്കുന്നതിനാലെ താട്ടുകെ അടിമീടെ ചുമടിലെ അകമ്പരികെ ആവനും വളവും അണയതണ്ടൂരക്കെ നയന്തോടൻ സഭാവാകും അതിനാലെ തടുക്കേ അതിനിലെ ചുമടിലെ അക്കബൊപ്പം വരികേ ആവാനും വളവും അണയാതെ പുറത്തേ. മഹാനായിരിക്കുന്ന പ്രവാചക ഭൂമിയിൽ നാം പറഞ്ഞല്ലോ ആരുടെ ആരാണ് മുമ്പിലേക്ക് തള്ളി നിൽക്കുന്നെങ്കിൽ അവരെ ഒന്ന് ശരിപ്പെടുത്തി ലെവലാക്കി നിർത്തുക. ബേക്കിലേക്ക് നിൽക്കുന്നവരെ മുമ്പിലേക്ക് നിർത്തി വരിയൊക്കെ ഇങ്ങനെ ശരി. അടിയിലെ ചുമടിലെ അകബകും വരികെ ആവാനും വളവും അണയാതണ്ടുരകെ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആ അണികളും ഇങ്ങനെ ശ്രദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ മഹാനായിരിക്കുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ് അല്പം മുമ്പിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് കാണുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തരിത്തൂടൻ സവാദിന്റെ പത്തനുമ്പൽ കളീബാൽ തരുൾ കയ്യാനൊരു കുത്തി കൊടുത്തപ്പോൾ കുറുബാൽ സവാദ് റളിയല്ലാഹുവിന്റെ കയ്യില് വയറിന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെറിയൊരു ചെറിയൊരു മൊട്ട അമ്പ്, ആ മുനപോയ അമ്പ് കൊണ്ട് സവാദിന്റെ വയറിന് മെല്ലൊരു കുത്തിവെച്ചു കൊടുത്തിട്ട് പറയുന്നു, സവാദേ വരിക്കു നിൽക്കൂ സവാദേ, വരിക്ക് നിന്നാ വലിയ പുണ്യമുണ്ട് സവാദേ. അതാ നമ്മളൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ സഫ് റെഡിയാക്കി നിൽക്കാൻ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സഫ് റെഡിയാക്കി നിന്നാൽ വഴി റെഡിയാക്കി നിന്നാൽ വലിയ കൂലിയുണ്ട് സവാദേ എന്ന് പറഞ്ഞ് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സവാദിന്റെ വയറിന് നല്ലൊരു കുത്തുവെച്ചു കൊടുത്തിട്ട് ആ അണി ശരിപ്പെടുത്തിക്കൊണ്ട് ആ പ്രവാചകൻ അല്പം മുമ്പോട്ട് നടന്നു പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കുറച്ചങ്ങ് നടന്നു പോയപ്പോ ഇതാ ബേക്കുന്നൊരു വിളിയാളം വരികയാണ്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹബീബല്ലാഹ്. ഒന്നൊരു വിളിയാളം നബി തങ്ങൾക്ക് കേൾക്കുമ്പോൾ തിരിച്ചു നോക്കിയപ്പോൾ ദൂരത്തെയ മൗലൽ ഉറൂബ ഉസ്രിയങ്കിൽ യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് പെരിയൊരു ഉമൈറക്കി പേശും ജിന്നിൻ സിടക്കി തിരിശം റസൂലതാക്കി യാ സഫിയല്ലാഹ്, യാ സഫിയല്ലാഹ്. യാ മൗലൽ ഉറൂബ ഉശ്രിയങ്കിൽ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് പെരിയാനുമൈറക്കി പേശും ജിന്നിൻ സിടക്കി തിരിശം റസൂലതാക്കി യാ സഫിയല്ലാഹ്, യാ സഫിയല്ലാഹ് പരിശൈ റഹ്മത്തിനെല്ലാം ബഅതാക്കിയുള്ളതെല്ലാം
മരുതൽ പേടുത്താനല്ല യാ നജിയല്ലാ യാ നജി